രാവിലെ ക്ഷേത്രത്തിലെത്തി നിറപറ സമർപ്പിക്കുന്നു. 2 പറകളായിരിക്കും ഈ ഭക്തർ നിറയ്ക്കുന്നത്. ഒന്ന് ഭഗവാനാണെങ്കിൽ മറ്റൊന്ന് പള്ളിയോടത്തിനാണ് എന്നാണ് വിശ്വാസം. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. പത്തനംതിട്ട പന്തളം MC റോഡിൽ ടൂറിസ്റ്റ് ബസ്സും ലോറിയും കൂട്ടിയിടിച്ചു. മാനന്തവാടിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ആലപ്പുഴ കുട്ടനാട്ടിലെ AC കനാലിന്റെയും മണിമല പമ്പ നദികളുടെയും മറ്റ് ഇടത്തോടുകളുടെയും ആഴം കൂട്ടണമെന്ന് കേരള കോൺഗ്രസ്. 2 നദികളിലെയും മണൽ അതിവേഗം നീക്കം ചെയ്യണമെന്നും തോമസ് കുട്ടി മാത്യു ചീരമ്പേലിൽ. മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളി സെപ്റ്റംബറിൽ നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് ആലപ്പുഴ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്. തൃശൂർ നഗരസഭ വേണ്ടെന്ന് വെച്ച പുലിക്കളി നടത്താമെന്ന തീരുമാനം വന്നതിന് പിന്നാലെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നത്. ആലപ്പുഴ കുട്ടമ്പേരൂരിൽ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമിയുടെ 171ാം ജയന്തി ആഘോഷിച്ചു. ഭഗവതി വിലാസം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. സമ്മേളനം കരയോഗം പ്രസിഡന്റ് സതീഷ് ശാന്തിനിവാസ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ ഇന്റർ സ്കൂൾ കിഴക്കൻ മേഖല ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് നെടുമുടി നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ. ചാമ്പ്യൻഷിപ്പിൽ 3 വിഭാഗങ്ങളിലായി 53 ടീമുകൾ പങ്കെടുത്തു. തൃശൂർ കയ്പമംഗലം സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി അജ്മലിനെയാണ് 1 വർഷത്തേക്ക് നാടുകടത്തിയത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ 10ഓളം കേസുകളിലെ പ്രതിയാണ് അജ്മലെന്നും പോലീസ്. ദൈർഘ്യമേറിയ റേഡിയോ പ്രക്ഷേപണം നടത്തിയ രാജ്യത്തെ ആദ്യ സ്കൂൾ എന്ന റെക്കോർഡ് നേടി തൃശൂർ മാള ഹോളി ഗ്രേസ് അക്കാദമി. 25 മണിക്കൂർ 25 മിനിറ്റ് 25 സെക്കൻഡ് ഇടവേളയില്ലാതെ റേഡിയോ പ്രേക്ഷണം നടത്തിയാണ് സ്കൂൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത്. അഭിമാന നേട്ടത്തിൽ പങ്കാളികളായി നിരവധി പേർ. ചങ്ങനാശ്ശേരിയിൽ ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടി. ഒരാൾക്ക് വെട്ടേറ്റു. ചങ്ങനാശ്ശേരി സ്വദേശി ചോട്ട ഷമീർ എന്ന് വിളിക്കുന്ന ഷമീർ സലീമിനാണ് വെട്ടേറ്റത്. മാരകായുധങ്ങളുമായി കാറിലെത്തിയ 4 അംഗ സംഘമാണ് ആക്രമണമുണ്ടാക്കിയത്.